നമസ്കാരം. റാപ്ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഗ്രൂപ്പ് സ്റ്റേജിൽ അവരുടെ അവസാന മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. എതിരാളികൾ ജോർജിയയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 മത്സരം നടക്കുന്നത്. മത്സരത്തിന് മുന്നോടിയായിട്ട് കോച്ച് റോബർട്ടോ മാർട്ടിനസിനോട് ഒരു ചോദ്യം. കഴിഞ്ഞ 2 കളികളിൽ അവരുടെ 39-കാരനായിട്ടുള്ള നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിട്ടുണ്ടല്ലോ. ഈ കളിയിൽ അദ്ദേഹത്തെ കളിപ്പിക്കുമോ അതോ വിശ്രമം കൊടുക്കുമോ? ക്രിസ്ത്യാനോ ഇന്ന് കളിക്കുമോ ഇല്ലയോ? ആരാധകർ ഉറ്റുനോക്കുന്ന ചോദ്യത്തിന് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് റോബർട്ടോ മാർട്ടിനസ് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഉത്തരം കാരണസഹിതം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റുക ഞങ്ങളുടെ ക്യാപ്റ്റൻ നാളെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാകും. ഇന്നലെ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയാണ് ക്രിസ്ത്യാനോ കളിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അദ്ദേഹം കളിക്കുക എന്നുള്ളത്. കാരണം ഒരു പ്രിപ്പറേറ്ററി ഗെയിം മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതായത് സന്നാഹ മത്സരം ഒന്നേ കളിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും അദ്ദേഹത്തിന് വളരെ മികച്ച കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സീസണായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലബിൽ ഉണ്ടായിരുന്നത്. എല്ലാ മത്സരങ്ങളും അദ്ദേഹം അവിടെ കളിക്കുകയുണ്ടായി. ഒരുപാട് മിനിറ്റുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ആ ഒരു കോമ്പറ്റിറ്റീവ് റിതം കണ്ടിന്യൂ ചെയ്യുകയാണ് വേണ്ടത്. അത് തടസ്സപ്പെടുത്തുകയല്ല, അത് സ്റ്റോപ്പ് ചെയ്യുകയല്ല വേണ്ടത്. ഇപ്പോൾ ഈ കളി കളിച്ചില്ലെങ്കിൽ പിന്നെ 5-6 ദിവസത്തിന് ശേഷം, അതായത് കഴിഞ്ഞ കളിയും ഈ കളിയും തമ്മിലുള്ള ഗ്യാപ്പ്, പിന്നെ അടുത്ത മത്സരത്തിലെ ഗ്യാപ്പൊക്കെ വരുമ്പോൾ 6 ദിവസം ഇനാക്റ്റീവായിട്ട് നിന്നിട്ട് പിന്നെ വീണ്ടും കളിക്കുക എന്നുള്ളത് ആ റിതം ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനോ കളിക്കും. ഞങ്ങളുടെ ക്യാപ്റ്റനും ഡിയേഗോ കോസ്റ്റയും ആ 2 പേര് സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് എന്ന് കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറയുന്നു. അപ്പോൾ ഇനി ബാക്കി 9 പേര് ആരാണ്? അത് കാത്തിരുന്ന് കാണണം. മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. പിന്നെ ഒരു ചോദ്യം, ഇൻവേഷൻ, ആളുകൾ കളിക്കളത്തിലേക്ക് ഇറങ്ങി ഓടുന്നു. ക്രിസ്ത്യാനോയെ ഒന്ന് കാണാൻ, ഒന്ന് തൊടാൻ, ഒന്ന് സെൽഫി എടുക്കാൻ കളിക്കിടയിലാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് കോച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഇൻവേഷൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ക്രിസ്ത്യാനോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹം 10-20 കൊല്ലക്കാലമായിട്ട് ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്നു. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ആരാധകരുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് എന്ന്. പിന്നെ ഈ വരുന്ന ആരാധകരൊക്കെ പോർച്ചുഗലിൻ്റെ ആരാധകരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അവരൊക്കെ ഫുട്ബോൾ ഫാൻസുമാണ്. ദെൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ആ ഇൻവേഷൻസ് ഉണ്ടാവില്ല എന്നാണ്. കാരണം അത് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഫുട്ബോളിന് നല്ല ഇമേജ് അല്ല കൊടുക്കുക. മാത്രമല്ല അത്തരത്തിലുള്ള സംഭവങ്ങൾ കളിയിൽ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. എന്തായാലും സെക്യൂരിറ്റി കൂടുതൽ സ്ട്രിക്റ്റ് ആക്കും ക്രിസ്ത്യാനോ കളിക്കുന്ന മത്സരങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു. ആരാധകരെ കളിക്കളത്തിലേക്ക് ഇറങ്ങി ക്രിസ്ത്യാനോയെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് തൊടാനോ ഒക്കെ ശ്രമിക്കുന്നത് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് തടയപ്പെടും എന്ന് വേണം മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.